അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിലെ നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് ടെക്സ്റ്റ് ടൂൾസ്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകളിൽ ഒന്നായിട്ടുള്ള ടെക്സ്റ്റ് ടൂളാണ്. ഫോട്ടോ റീടച്ചിങ്ങിൻ്റെയും ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെയും കൂടെ ഫോട്ടോഷോപ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ ക്രിയേറ്റീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റും ടൈപ്പോഗ്രഫിയും ഫോട്ടോഷോപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സ് മാർക്കറ്റിംഗ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് നമ്മുടെ ഫയലിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ആക്റ്റീവായി. ലേറ്റസ്റ്റ് വെർഷൻ്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഡമ്മി കണ്ടൻറ്റ് വന്നിട്ടുണ്ടാകും. ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത് ലോറം ഇപ്സം എന്നുള്ള ഡമ്മി കണ്ടൻറ്റാണ്. ഇത് ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലയൻറ്റ് ഒരു ഡിസൈൻ്റെ ഐഡിയ തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ വെക്കണം. പക്ഷേ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ക്ലയൻറ്റ് ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊരു സമയത്ത് നമുക്ക് കണ്ടൻറ്റ് കിട്ടാതെ ഡമ്മി കണ്ടൻറ്റ് വെച്ചിട്ട് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോറം ഇപ്സം എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് റൈറ്റിങ്സ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർനാഷണലി തന്നെ ഡിസൈനേഴ്സും ഡെവലപ്പേഴ്സും യൂസ് ചെയ്യുന്ന ഒന്നാണിത്. ലാറ്റിൻ ഭാഷയിലാണ് ഈ റൈറ്റിങ്സ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് വായിച്ച് അവരുടെ ശ്രദ്ധ ഡിസൈനിൽ നിന്നും മാറിപ്പോകുന്നും പേടിക്കണ്ട. ലോറം ഇപ്സം ജനറേറ്റർ എന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡമ്മി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ധാരാളം വെബ്സൈറ്റ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഈ ഡമ്മി കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പൊക്കോളും. ഇനി നമുക്കിവിടെ നമ്മുടെ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ദിസ് ഈസ് മൈ കണ്ടൻറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സാധനം ഇനി സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഫാമിലി, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ട് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫോൺസും ഡിഫറെൻറ്റ് ഫോർമാറ്റിലുള്ള ഫോൺസ് ഇതിൽ കാണിക്കും. നമുക്ക് ആവശ്യമുള്ള ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫോണ്ടിൻ്റെ ഫോൺ വെയിറ്റ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഫോൺ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോൾഡാണോ അല്ലെങ്കിൽ തിന്നാണോ റെഗുലർ ആണോ ലൈറ്റ് ആണോ എന്നൊക്കെ പറയുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോണ്ടിനനുസരിച്ച് ചില ഫോണ്ടിന് ഇതേപോലെ വേരിയേഷൻസ് ഉണ്ടാകും, ചിലതിന് ഉണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെ വേരിയേഷൻ ഉള്ളതിൻ്റെ വെയിറ്റൊക്കെ ഈ ഒരു ലിസ്റ്റിൽ കാണിച്ചിട്ടുണ്ടാകും. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ഫോണ്ട് സൈസാണ്. നമ്മുടെ ഫോണിൻ്റെ സൈസ് എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ലിസ്റ്റ് കൂടാതെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഫോണ്ട് സൈസ് വരിക. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സിൽ അലൈൻ ചെയ്യുക എന്ന് നോക്കാം. ഈ 3 ഓപ്ഷനാണ് അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഡീഫോൾട്ടായിട്ട് ഇപ്പോൾ കിടക്കുന്നത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. അതായത് നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് അത് മാറ്റിയിട്ട് സെൻറ്റർ അലൈനോ റൈറ്റ് അലൈനോ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കണ്ടൻറ്റ് നമ്മൾ കൊടുത്തേക്കുന്നതനുസരിച്ച് ഇതിൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ റൈറ്റിലോ ആയിരിക്കും അലൈൻ ചെയ്ത് വരിക. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഫോണ്ടിൻ്റെ കളർ അല്ലെങ്കിൽ ടെക്സ്റ്റ് കളർ എങ്ങനെയാണ് മാറ്റുന്നത് എന്നാണ്. നമുക്കിവിടെ മുകളിൽ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ സെലക്ടർ വിൻഡോ വരും. പക്ഷേ അതിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ മാറ്റമൊന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത കണ്ടൻറ്റ് അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. ഇനി നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അതിന് മാത്രമേ ഈ കളർ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി ടൈപ്പ് ചെയ്ത കണ്ടൻറ്റിൻ്റെ കളറാണ് മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളത് സെലക്ട് ചെയ്യണം. എന്നിട്ട് വേണം ഇവിടെ വന്ന് കളർ ചേഞ്ച് ചെയ്യാനായിട്ട്. നമ്മൾ കമാൻഡ് എൻ്റർ അല്ലെങ്കിൽ കൺട്രോൾ എൻ്റർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബോക്സ് അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മൾ വീണ്ടും ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഈ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് വീണ്ടും ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആവും. നമുക്ക് തൽക്കാലം മറ്റൊരു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കളർ മാറ്റിയിട്ട് അതൊരു ഗ്രീൻ ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് വേറെ കണ്ടൻറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി ആ കളറായിരിക്കും അവിടെ നിൽക്കുക. അതിനുശേഷം നമ്മൾ കളർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടിക്കുന്നത് അടുത്ത കളറിൽ വരും. ഇവിടെ വേറൊരു ഷെയ്ഡ് ഓഫ് ഗ്രീൻ വന്നത് കണ്ടോ? ഇതേപോലെ നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ കളേഴ്സും അതേപോലെ മൾട്ടിപ്പിൾ സൈസും ഫോണ്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആവശ്യമുള്ള പോർഷൻ സെലക്ട് ചെയ്തിട്ട് ഈ വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്താൽ മതി. എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കണ്ടൻറ്റ് നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത സ്റ്റൈലിനനുസരിച്ചായിരിക്കും വരിക. അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ടെക്സ്റ്റ് ബോക്സും ഓരോ ലെയറിലായിട്ടായിരിക്കും വരിക. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൂവ് ടൂളും മറ്റും യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഫോട്ടോഷോപ്പിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിൽ നമ്മൾ കമാൻഡ് ഞെക്കി പിടിച്ചിട്ട് ഒരു എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ മുകളിൽ മൗസ് കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബോക്സ് നമ്മുടെ ക്യാൻവാസിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ അത് വേറെ ഒരു കണ്ടൻറ്റായിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരും.